നമസ്കാരം. ഞാൻ ഡോക്ടർ കെ രമേഷ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസറാണ്. ഇന്ന് ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉറക്കമില്ലായ്മ എന്ന ഒരു വലിയൊരു പ്രശ്നത്തിനെ പറ്റി സംസാരിക്കാം. പലപ്പോഴും ഒരു രോഗി വരുന്നത് ഈ ഒരു ഒറ്റ ലക്ഷണങ്ങൾ കൊണ്ടായിരിക്കും. അയാൾക്ക് ചിലപ്പോൾ വിഷാദ രോഗം, ഉത്കണ്ഠ രോഗം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വന്നിട്ടുള്ള ഒരു പ്രശ്നമാകാം. ഉറക്കത്തിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥ കൊണ്ട് ഉറക്കം എഴുന്നേറ്റ് പോകുന്നതാകാം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ കാലിൽ വേദന വന്ന് പലപ്പോഴും ഉറക്കം ഞെട്ടിയിട്ട് ഉറക്കം കിട്ടാത്താകാം. പല 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 കാരണങ്ങളുണ്ട്. വേറെ ശാരീരിക ലക്ഷണം കൊണ്ടാകാം, ആസ്മ കൊണ്ടാകാം. ഇത്തരം എന്ത് പ്രശ്നമായാലും നമുക്ക് ഈ രോഗി വരുന്നത് ഈ ഉറക്കമില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ ഒരു ഉറക്കക്കുറവായിട്ടൊരു രോഗി വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ചികിത്സ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇയാൾക്ക് ഉറക്കമില്ലായ്മ വരുന്നു എന്നുള്ളതാണ്. ഉറക്കമില്ലായ്മ വരുമ്പോഴേക്കും നമ്മുടെ മറവി വരുന്നു. നമ്മൾ ശ്രദ്ധിച്ചതും ഉള്ളിലെത്തിയ കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റെബിലൈസ് ചെയ്യാൻ നമുക്ക് വേണ്ടത്ര ഉറക്കം വേണം. ബുദ്ധി ഷാർപ്പായിട്ട് നിൽക്കാൻ ഉറക്കം വേണം. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രഷറിനും ഷുഗറിനും ഇതൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. അപ്പോൾ ഒരു രോഗി ഉറക്കമില്ലായ്മയായിട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ അയാളുടെ മാനസിക നിലയാണ് നോക്കുന്നത്. അയാൾക്ക് വിഷാദത്തിൻ്റെ സന്തോഷമില്ലായ്മ, താല്പര്യമില്ലായ്മ, ക്ഷീണം, നിരാശ അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടോ? ഇയാൾ ബേജാറ് കൂടിയ ആളാണോ? ഇയാൾ ലഹരി എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആളാണോ? അതൊന്നും ഇല്ലാതെ തന്നെ ഇയാൾക്ക് കുറേ കാലമായിട്ട് ഉറക്കമില്ലായ്മ ഉണ്ടോ? അതല്ല ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യമായിട്ട് ഉറക്കം കുറഞ്ഞിട്ട് അത് അയാൾ പോലും അറിയുന്നുണ്ടല്ലോ. പകൽ വല്ലാതെ ഉറക്കം തൂക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര തടിയില്ലാണ്, കഴുത്ത് കുറഞ്ഞുള്ള ആളാണ്. അത് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. അങ്ങനെയുള്ളത് കൊണ്ടാണോ ഇയാൾക്ക് ഉറക്കമില്ലായ്മ വരുന്നത്? അതല്ല ഈ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് കാലിങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അങ്ങനെ പലപ്പോഴും ഉറക്കം തെളിഞ്ഞു പോകും. അല്ലെങ്കിൽ ഭീകരമായ സ്വപ്നങ്ങൾ കണ്ടിട്ട് ഉറക്കം ഞെട്ടിപ്പോകുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ഓരോ അസുഖത്തെ പറ്റിയും വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് കാര്യപ്പെട്ട വേദന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടോ, ശ്വാസം കിട്ടാത്ത അവസ്ഥ ഉണ്ടോ, ശ്വാസകോശ രോഗമുണ്ടോ, ശ്വാസകോശത്തിൽ നീരിറങ്ങിയിട്ട് പുലർച്ചെ എഴുന്നേറ്റ് പോകുന്നതുകൊണ്ടാണോ ഇയാൾക്ക് ഉറക്കം കിട്ടാത്തത്? അപ്പോൾ കാരണം എന്താണോ അതാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. പൊതുവെ ബാക്കിയുള്ള കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ മറ്റുള്ള യഥാർത്ഥ മാനസിക രോഗം എന്താണെങ്കിലും അതിൻ്റെ ചികിത്സേൻ്റെ കൂടെ ചെറിയൊരു ഉറക്കിൻ്റെ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവരെ ഇമ്പ്രൂവ് ചെയ്തോളും. മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമാണെങ്കിൽ, അല്ലെ ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമാണെങ്കിൽ സ്ട്രെസ്സ് പരിഹരിക്കണം, എന്നിട്ട് തൽക്കാലത്തേക്ക് ഉറക്ക ഗുളിക കൊടുക്കണം. ഡിപ്രഷൻ ആണെങ്കിൽ ഡിപ്രഷൻ്റെ ഗുളിക കൊടുത്തിട്ട് തൽക്കാലത്തേക്ക് ഉറക്ക ഗുളിക കൊടുക്കണം. ഒരുപാട് കാലം ഉറക്ക ഗുളിക കഴിച്ചു പോയിട്ട് അത് കുറയ്ക്കുമ്പോഴുള്ള പ്രശ്നമാണെങ്കിൽ, ഉറക്ക ഗുളികക്ക് അടിമപ്പെട്ടാണെങ്കിൽ അടിമയാകാത്ത ഉറക്ക ഗുളിക കൊടുത്തിട്ട് സാവകാശം അടിമപ്പെടുന്ന ടൈപ്പിലുള്ള ബെൻസോഡാസിപ്പിൻ എന്ന് പറഞ്ഞാൽ ഉറക്ക ഗുളിക നിർത്തണം. ഇങ്ങനെ കുറച്ച് കാലം മാത്രം ഉറക്ക ഗുളിക കൊടുത്തിട്ട് ബാക്കി ഗുളിക കൊണ്ട്, ഫോർ എക്സാമ്പിൾ ബാക്കിയുള്ള വിഷാദ രോഗത്തിൻ്റെ ചില ഗുളികൾ ഉറക്കുണ്ടാക്കുന്നതാണ്. മിർട്ടാസപ്പിൻ എന്ന് പറഞ്ഞ ഗുളിക ഉറക്കുണ്ടാക്കുന്നതാണ്. അത് കൊടുത്തിട്ട് ഉറക്ക ഗുളിക, അതായത് ബെൻസോഡാസിപ്പിൻ എന്ന് പറഞ്ഞ ഗുളിക സാവകാശം കുറച്ച് കൊണ്ടുവന്ന് നിർത്തണം. ഞങ്ങൾക്ക് ചികിത്സയിൽ, ഒരു സൈക്യാട്രിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സയിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഉറക്ക ഗുളികയ്ക്ക് അടിമപ്പെട്ട അവസ്ഥ. കഞ്ചാവിനേക്കാണ് ഞങ്ങൾക്ക് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു തരി ഉറക്ക ഗുളിക ഉറക്കുമ്പോഴേക്ക് രോഗി ഭയങ്കര അസ്വസ്ഥനാകും, തീരെ ഉറക്കം കിട്ടില്ല. അപ്പം അടിമയാകാത്ത രീതിയിൽ തൽക്കാലത്തേക്ക് മാത്രം ഉറക്ക ഗുളിക കൊടുത്തിട്ട് ബാക്കി എന്താണോ ഇതുണ്ടാക്കുന്ന പ്രധാന കാര്യം അത് ചികിത്സിക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയാം. സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയും. അതായത് നമുക്ക് ഉറക്ക് നാച്ചുറലായിട്ട് കിട്ടാനുള്ള കുറച്ച് ടിപ്പുകൾ. ആദ്യം തന്നെ ഞങ്ങൾ പറയണം, ഈ ഫോണ്, മൊബൈൽ, ഗാഡ്ജറ്റ്സ് ഇങ്ങനെയുള്ളതൊക്കെ ഒരു 10-9 മണിക്ക് ശേഷം തന്നെ ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം വെച്ചാൽ മനസ്സ് ഭയങ്കര അറൗസ്ഡ് ആവും. ശ്രദ്ധ ഒരേ കാര്യത്തിൽ ഇങ്ങനെ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ മനസ്സ് ശ്രദ്ധയില്ലാതെ മനസ്സ് സ്ലീപ്പിലേക്ക് അങ്ങ് പോകണം. അത് തന്നെത്താനെ സംഭവിക്കുന്ന. നമ്മൾ ഒരേ കാര്യത്തിൽ കുറേ നേരം ഈ സ്റ്റിമുലസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ആ സ്ലീപ്പിലേക്ക് അങ്ങ് വീഴില്ല. ഉറക്കം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരും. അത് സ്ക്രീൻ അഡിക്ഷനിൽ വളരെ കോമൺ ആണ്. അപ്പം സ്ക്രീൻ ഉപയോഗം ഒരു 10 മണിക്ക് ശേഷം ഒരു കാരണവശാലും ഉണ്ടാകരുത്. അതേപോലെ തന്നെ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടും അല്ലാതെയും ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. ലഹരി ഉപയോഗിക്കുമ്പോഴേക്ക് തലച്ചോറിലുള്ള ഒരു ഭാഗത്ത്, നമ്മുടെ ന്യൂക്ലിയസ് അക്യുംബൻസ് എന്നുള്ള ഭാഗത്തൊക്കെ കുറേ ചേഞ്ച് വരുന്നതുകൊണ്ട് ഇവർ സ്ലീപ്പിലേക്ക് വീഴാനുള്ള, തുടക്കത്തിലേക്ക് ഇത് ഉപയോഗിക്കുമ്പോഴേക്കും നല്ല സ്ലീപ്പ് കിട്ടുമെങ്കിൽ പിന്നെ ഇതൊരു സ്റ്റിമുലസ് വന്നിട്ട് നമുക്ക് സ്ലീപ്പിലേക്ക് പോകാനുള്ള ഇത് കുറഞ്ഞു വരും. അത് നമുക്ക് ലഹരിൻ്റെ ഉപയോഗം മെല്ലെ എസ്പെഷ്യലി കഫീൻ ഒരു 8 മണിക്ക് ശേഷം, ഒരു വൈകുന്നേരത്തിന് ശേഷം കുറേ കാപ്പി ഉപയോഗിക്കുക, ചായ ഉപയോഗിക്കുക, ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴേക്ക് ഇതൊക്കെ സ്റ്റിമുലൻ്റാണ്. നമ്മളെ ഉറക്കം ഉള്ളതും നശിച്ചു പോകുകയുള്ളൂ. സിഗരറ്റ് ഉപയോഗിക്കുക, അതും നമ്മുടെ സ്റ്റിമുലൻ്റാണ്, ലഹരിയിൽ പെട്ട തന്നെയാണ്. ഇത്തരങ്ങളുടെ ഉപയോഗം രാത്രി സമയത്ത് എന്തായാലും നിർത്തുക. പിന്നെ ബെഡ് നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രം ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുറച്ച് നേരം കിടക്കുക. നമുക്ക് സൈക്കോളജിക്കലി നമ്മൾ ഇതാകണം. അതായത് ബെഡ് എന്നുള്ള ഉറങ്ങാനുള്ളതാണ്. അവിടേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് ഉറക്കം വരണം. ഒരു ഉറക്കം വരുമ്പോഴേക്ക് ബെഡിലേക്ക് പോകുക. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോയി കിടന്നു കഴിഞ്ഞാൽ ആ ബെഡിലേക്ക് പോകുന്ന ഉറങ്ങാനാന്നുള്ള നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ആവില്ല. നമുക്കൊക്കെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്.
നമ്മളൊരു ഒരു ഇന്ന സമയം എഴുന്നേൽക്കുന്നു, ഇന്ന സമയം കിടക്കുന്നു, ഇന്ന സമയം ഉറക്ക് വരുന്നൊക്കെ നമുക്കൊരു സെറ്റ് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിലേക്ക് പോകണമെങ്കിൽ ഉറങ്ങുന്ന സ്ഥലം നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രം പുസ്തകം വായിക്കാനും പാട്ട് കേൾക്കാനും ഇടക്കിടക്ക് പോയി കിടക്കാനും ബെഡ് ഉപയോഗിക്കാതിരിക്കുക. അതൊക്കെ ഇരുന്നു കൊണ്ടോ സോഫയിൽ ഇരുന്നു കൊണ്ടൊക്കെ ചെയ്യാം. ബെഡ് ഉറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഒരു ചെറിയൊരു എക്സസൈസ് ഡെയിലി ചെയ്യുന്നത് ആ മൊത്തം ബോഡി ഒന്ന് ടയേർഡ് ആകാനും അതേപോലെ തന്നെ സ്ലീപ്പിലേക്ക് നേരത്തെ എത്താനും ഒരു കുറേ കെമിക്കൽസ് റിലീസ് ചെയ്ത് വരുന്നുണ്ട് ഒരു ചെറിയൊരു എക്സസൈസിലൂടെ. അത് ഡെയിലി ചെയ്യുന്നു നമുക്ക് സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ്. ഒരു ഇളം ചൂടുവെള്ളത്തിൽ രാത്രി എല്ലാ ദിവസവും കുളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നതൊക്കെ പലപ്പോഴും സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇത്തരം കുറച്ച് ടിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ആ ഹൈജീൻ നമ്മൾ പാലിക്കുകയാണെങ്കിൽ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്തോളും. പക്ഷേ ഞാൻ ബേസിക്കലി പറയട്ടെ, പ്രൈമറി, അതായത് സ്ലീപ്പ് മാത്രം കുറയുന്ന കണ്ടീഷൻ ഉണ്ട്, പ്രൈമറി ഇൻസോംനിയ എന്നുള്ളത്. അതോ അല്ലെങ്കിൽ വേറെ പല 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 കാരണങ്ങൾ കൊണ്ട് സ്ലീപ്പ് കുറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. RLS ആണെങ്കിൽ അത് RLS എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ആണെങ്കിൽ അത് ചികിത്സിക്കണം, സ്ലീപ്പ് അപ്നിയ ആണെങ്കിൽ അത് ചികിത്സിക്കണം, ഡിപ്രഷൻ ആണെങ്കിൽ അത് ചികിത്സിക്കണം, വിഷാദമാണെങ്കിൽ അത് ചികിത്സിക്കണം. വിഷാദ രോഗത്തിൽ സ്ലീപ്പ് പുലർച്ചെ ഒരു 4 മണിക്ക് എഴുന്നേൽക്കുക കൂടുതലായിട്ട് കാണുക, 4-3 മണിക്ക് എഴുന്നേറ്റ് പോകും. ആങ്സൈറ്റി ഡിസോർഡറിൽ സ്ലീപ്പ് കിട്ടാനാണ് ബുദ്ധിമുട്ട്. ചില സ്ലീപ്പിൻ്റെ പ്രശ്നത്തിൽ ഇടക്കിടക്ക് എഴുന്നേറ്റ് പോവുക ചെയ്യാം. അപ്പോൾ എന്താണോ പാറ്റേൺ, ഏത് ഗുളിക വേണം സ്ലീപ്പിന്, എത്ര കാലം കൊടുക്കണം, അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഗുളിക ഏതാണ്, അഡിക്ഷൻ ഉണ്ടാക്കാത്ത ഗുളിക ഏതാണ്, സ്ലീപ്പിൻ്റെതല്ലാത്ത ഗുളിക കൊണ്ട് സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഗുളികകളുണ്ട്. ഇപ്പം മിർട്ടാസെപ്പിൻ, ക്യുട്ടിപ്പിൻ, അത് എവിടെ ക്യുട്ടിപ്പിൻ തുടങ്ങണം, എവിടെ മിർട്ടാസെപ്പിൻ തുടങ്ങണം, അതൊക്കെ ഒരു സൈക്യാട്രിസ്റ്റ് തീരുമാനിച്ചിട്ട് അത് കംപ്ലീറ്റ് സ്ലീപ്പ് പാറ്റേൺ റിക്കവർ ചെയ്തിട്ട് കുറച്ച് കാലം ഗുളിക തുടർന്നിട്ട് അഡിക്ഷൻ ഉണ്ടാകുന്ന ഗുളിക ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ നിർത്തിയിട്ട്, ലഹരി ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ രോഗീനെ നിർത്തിയിട്ട് നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് മെഡിസിൻ നിർത്തുകയും വേണം. അതാണ് സ്ലീപ്പിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും സ്ലീപ്പിൻ്റെ ഗുളികകൾ തുടർച്ചയായിട്ട് ഒരു രോഗിക്ക് എഴുതി കൊടുക്കരുത്, രോഗി വാങ്ങിച്ച് കഴിക്കരുത്. ഡോക്ടർ ഒരു മാസത്തേക്ക് എഴുതിയിട്ടുണ്ടാവും, പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരിക, ഒരു ഗുളിക ഒരു ക്ലോണാസ്പാം എഴുതിയിട്ടുണ്ടാവും, രോഗി പിന്നെ വരിക 17 ഗുളിക ദിവസവും കഴിച്ചിട്ടാണ്. ദിവസവും 17 കഴിക്കണം അയാൾക്ക് ഉറക്കം കിട്ടാൻ, അല്ലെങ്കിൽ പകൽ നേരെ നിൽക്കാൻ അത് കഴിക്കണം. അതിലൊന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അതിനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് ചികിത്സിച്ച് ഞങ്ങളൊരു 2-3 ഗുളികയിൽ എത്തിക്കുമ്പോഴേക്ക് പേഷ്യൻറ്റിനെ മിസ്സാകും, പിന്നെ വരിക വീണ്ടും 17 ഗുളിക കഴിച്ചിട്ടാണ്. അപ്പം ആ ഒരു ഏറ്റവും ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രോഗം, ബെൻസോഡാസെപ്പിൻ ഡിപ്പെൻഡൻസ് എന്ന രോഗത്തിലേക്ക് പോകാതെ കൃത്യമായ ചികിത്സ എടുത്തിട്ട് ആ ഒരു എന്താണോ പ്രധാന കാരണം അത് ചികിത്സിച്ചിട്ട് രോഗി പൂർണ്ണ റിക്കവറിലേക്ക് എത്തുകയാണ് വേണ്ടത് സ്ലീപ്പിൻ്റെ കാര്യത്തിൽ. ഇതേപോലെ തന്നെ ഒരു കണ്ടീഷനാണ് ഉറക്കം കൂടിയ അവസ്ഥ. എവിടെ പകൽ ക്ലാസ്സിലിരിക്കുമ്പോഴുള്ള ഉറക്കം വെക്കുന്നുണ്ടാവും, എന്തെങ്കിലും വായിക്കുന്നുണ്ടാവും, വണ്ടി ഓടിക്കുമ്പോഴും ഉറക്കം പല അപകടങ്ങളും പറ്റിയിട്ടുണ്ടാവും, ഫുൾ ടൈം ഉറങ്ങിപ്പോകുന്ന, ഒന്ന് ഇരിക്കുമ്പോഴേക്ക് ഉറങ്ങിപ്പോകുന്ന അവസ്ഥ, നാർക്കോലെപ്സി എന്ന് പറയും. അത് ഇതേപോലെ തന്നെ ബ്രെയിനിൻ്റെ ഒരു അബ്നോർമാലിറ്റി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതിന് ചികിത്സ ഉണ്ട്. അതിനൊരു ചെറിയൊരു സ്റ്റിമുലൻ ഗുളിക, അതായത് മൊഡാഫിനിൽ ആർമോഡാഫിൻ എന്ന് പറഞ്ഞ ഗുളിക കൊടുത്തിട്ട് അയാളുടെ ആ സ്ലീപ്പിലേക്ക് പോകുന്ന ഒരു സ്ലീപ്പിൻ്റെ പ്രശ്നമാണ്, പെട്ടെന്ന് അയാൾ സ്ലീപ്പിലേക്ക് പോകുന്ന ബ്രെയിൻ അബ്നോർമാലിറ്റി കൊണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അത് ഡയഗ്നോസ് ചെയ്തിട്ട് അത് പോളിസോംനോഗ്രാഫി എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഹിസ്റ്ററി കേട്ടാൽ അറിയാം ഇയാൾക്ക് നാർക്കോലെപ്സി ഉണ്ടോ എന്നുള്ളത്. അത് പെട്ടെന്ന് ബോധം, കാല് കയ്യും തളർന്നു പോകുന്നു, വീഴുന്നുണ്ടാവും, അല്ല ചിലപ്പോൾ ബെഡിൽ കിടന്നിട്ട് ബോധം ഉണ്ടാവും പക്ഷേ കയ്യും കാലും ഇളക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ സ്ലീപ്പിലേക്ക് പോകുന്ന അവസ്ഥ, ഇങ്ങനെ പല പല ലക്ഷണങ്ങൾ വെച്ചിട്ട് ഇയാൾക്ക് നാർക്കോലെപ്സി ഉണ്ടോ എന്ന് ഞങ്ങൾ ഡയഗ്നോസ് ചെയ്യും. അതിന് ഒരു സ്റ്റിമുലൻ ഡ്രഗ് കൊടുത്തിട്ട് നമുക്ക് കൂടുതൽ സ്ലീപ്പ് ഉണ്ടാക്കുന്ന അവസ്ഥ നിർത്താൻ പറ്റും. പിന്നെ വേറെന്നുള്ളത് ADHD എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലൊക്കെ ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ട് ഇവരിങ്ങനെ ഉറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിലേക്ക് സ്റ്റിമുലൻ്റ് മീഥൈൽഫിനിഡേറ്റ് എന്ന് പറഞ്ഞൊരു ഗുളികയൊക്കെ കൊടുത്തിട്ട് ആ ശ്രദ്ധ കൂടിക്കഴിഞ്ഞാൽ തന്നെ ഇവർ ഉറങ്ങിപ്പോകുന്നൊരു കണ്ടീഷൻ ഒഴിവാക്കാൻ പറ്റും. പിന്നെ വേറെ നമ്മൾ പലപ്പോഴും മനസ്സിലാകില്ല, രാത്രി പല പ്രാവശ്യം എഴുന്നേൽക്കുന്നുണ്ടാവും. നമ്മൾ പോളിസോംനോഗ്രാഫിയിലൊക്കെ ഇയാളുടെ EEG നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ പല പ്രാവശ്യം ഉണർന്നായിട്ട് നമുക്ക് മനസ്സിലാവും. രോഗി തന്നെ അറിയണമെന്നില്ല. അത് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. അതായത് അയാളുടെ കഴുത്തിൻ്റെ അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് വേണ്ടത്ര ഈ ത്രോട്ടിൻ്റെ ഒരു അബ്നോർമാലിറ്റി കൊണ്ട്, ത്രോട്ടിൻ്റെ ഈ മസിൽസിൻ്റെ കുറേ സ്പാസം കൊണ്ട്, അബ്നോർമാലിറ്റി കൊണ്ട് ഇയാളെ ശ്വാസകോശത്തിലേക്ക് വേണ്ടത്ര ശ്വാസം എത്താതെ ഇയാളുടെ ഇടക്കിടക്ക് ശ്വാസം മുട്ടിയിട്ട് ഇയാളെ എഴുന്നേക്ക് പോയിട്ട് രാത്രി പല പ്രാവശ്യം എഴുന്നേറ്റ് പോയിട്ട് പകലിങ്ങനെ ഉറക്കം നോക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിന് ആ ഒരു കാര്യം ചികിത്സിക്കണം. അയാളുടെ ത്രോട്ടിൻ്റെ അബ്നോർമാലിറ്റീസ്, അപ്നിയ, ശ്വാസം അല്ലെങ്കിൽ മെഷീൻ ഉണ്ട്, ഇയാളുടെ ശ്വാസം നിൽക്കുമ്പോഴേക്ക് ശ്വാസത്തിലെ ഓക്സിജൻ്റെ അളവ് കൂട്ടാനുള്ള മെഷീൻ രാത്രി വെച്ച് കിടന്നിട്ട് ഇതുകൊണ്ട് കുറേ കോംപ്ലിക്കേഷൻസ്, ശാരീരിക കോംപ്ലിക്കേഷൻസ് വരും സ്ലീപ്പ് അപ്നിയ കൊണ്ട്.
അപ്പോൾ അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ അയാളുടെ പകലത്തെ ഉറക്കം അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചില ഗുളികകളുണ്ട്, സബ്സ്റ്റൻസ് കൊണ്ട് പകൽ ഉറങ്ങിപ്പോകുന്നുണ്ട്. മനസ്സിൻ്റെ തന്നെ ചില ഗുളികകൾ വേറെ അസുഖത്തിന് കൊടുക്കുന്ന പകൽ ഉറക്കം തൂങ്ങുന്ന ഒരു കണ്ടീഷനുണ്ട്. ആ ഗുളികകളൊക്കെ രാത്രിയത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം കുറഞ്ഞോളും. അങ്ങനെയുള്ള എന്താണോ കാരണം, പകൽ ഉറക്കത്തിന് കാരണം, അങ്ങനെ അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് പകൽ ഉറക്കം കൂടുന്നതിനുള്ള ചികിത്സ.